ഹലോ നമസ്കാരം. ഞാൻ കവിത സുധാകരൻ. ഇന്ന് ബൈബിളിലെ വീണ്ടും ജനിക്കുക എന്നുള്ളതിൻ്റെ വചന പറയണത്, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. യോഹന്നാൻ 3:3 ഈ വചനത്തെ പറ്റി പറയണം കേട്ടോ. രണ്ടാം ബാല്യം ബോധപൂർവം നടത്തുന്ന സമർപ്പണത്തിൽ നിന്നുള്ള പിറവിയാണ്. ഹൈന്ദവർ ഇക്കൂട്ടരെ ദ്വിജൻ എന്ന് വിളിക്കും. പഴയ ജന്മം മരിക്കുകയും ഒരാൾ വീണ്ടും ശിശുവായി തീരുകയും ചെയ്യുന്നതാണിത്. അങ്ങനെയുള്ള ശിശുക്കളാണ് സ്വർഗരാജ്യം അവകാശപ്പെടുത്തുന്നതെന്ന് മഹാഗുരു. കുഞ്ഞുങ്ങൾ നിസ്സഹായരാണ്, ഒട്ടും ശക്തരല്ല. അതുപോലെ അവരിൽ അഹംബോധവും വന്നു ചേർന്നിട്ടില്ല. അവിഭജിതരായതുകൊണ്ടാണ് അവർ ഇത്രമാത്രം സുന്ദരരായിരിക്കുന്നത്. സകലതും ഏകമായിട്ടാണ് അവന് തോന്നുക. താൻ ഇനിയും വേറിട്ടാണ് നിൽക്കുന്നതെന്ന് അവന് തോന്നുന്നില്ല. പടിപടിയായി അവൻ നീയെപ്പറ്റി ബോധവാനാകും. അതുകൊണ്ടാകണം അവർ അഭിസംബോധന ചെയ്യുന്നത് പോലും തൃതീയ പുരുഷനിൽ ആയിരിക്കുന്നത്. എനിക്ക് വിശക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ വാവയ്ക്ക് വിശക്കുന്നു, പൊന്നൂന് വിശക്കണം എന്നാണ് അവൻ ആദ്യം പറയുക. ഞാൻ ബോധം ദൃഢത കൈവരിച്ചിട്ടില്ലെന്നു ചുരുക്കം. ശിശുക്കൾ സ്വർഗരാജ്യം അവകാശപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ അഹന്തയുടെ ഗോപുരം ഇടിഞ്ഞു വീഴുമ്പോൾ സ്വർഗരാജ്യമായെന്നാണ് സൂചന. അരുണോദയത്തിൽ പുൽക്കൊടികളിൽ നിന്ന് ഹിമഗണങ്ങൾ അപ്രത്യക്ഷമാകുന്നത് പോലെ അഹം താനേ അപ്രത്യക്ഷമാകണം. ശിശുവിൻ്റെ നിർമ്മലതയിലേക്ക് വന്നാൽ നിഗൂഢതയുടെ വാതിലുകൾ എനിക്കായി തുറക്കപ്പെടും. ആവശ്യമില്ലാത്ത അറിവും വിവരവുമൊക്കെ അഴിച്ചു മാറ്റുകയെന്നും ഇതിനർത്ഥമുണ്ട്. വെറുതെ അത്ഭുതം നിറഞ്ഞ മിഴികളോടെ പിന്നെ ജീവിച്ചാൽ മതി. നിഷ്കളങ്കതയുടെ പാരമ്യത്തിലേക്ക് പോകുകയാണ് പിന്നെ, മുമ്പിൽ കണ്ടതൊക്കെ വിളിച്ചു പറയാൻ കഴിയുന്ന വിധം. ഒരിക്കൽ 3 വയസ്സുള്ള കുട്ടിയിൽ നീണ്ട പരീക്ഷണങ്ങൾ നടത്താൻ സർവകലാശാല ഒരുങ്ങി. കുട്ടികളിൽ എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് ഊർജവും നിഷ്കളങ്കതയും എന്നതായിരുന്നു ഏവരുടെയും സംശയം. അങ്ങനെ അവർ പരീക്ഷണം തുടങ്ങി. വളരെ ശക്തനായ ഒരാൾ ഒരു കുട്ടിയെ അനുകരിക്കണം. ഒരു കുട്ടി എന്തെല്ലാമാണോ ചെയ്യുന്നത് അതൊക്കെ അയാളും ചെയ്യണം. അതിനു തക്ക പ്രതിഫലവും നൽകും. അങ്ങനെ ഒരു മല്ലൻ, പ്രസിദ്ധനായ ഒരാൾ ഇതിനു തയ്യാറായി വന്നു. എന്നാൽ വെറും 4 മണിക്കൂറിനുള്ളിൽ അയാൾ തകർന്ന് നിലംപരിശായി. തന്നെ അയാൾ അനുകരിക്കാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലാക്കിയ നിമിഷം തന്നെ കുട്ടി ചാടാനും ആടാനും ഓടാനും നിലത്ത് കുത്തിമറിയാനും ആർപ്പു വിളിച്ച് പൊട്ടിച്ചിരിക്കാനും തുടങ്ങി. ഗുസ്തിക്കാരനാകട്ടെ വെറും 4 മണിക്കൂറിൽ എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഇത്രയും ക്ഷീണിച്ചിട്ടില്ല. ജീവിതം മുഴുവൻ ഞാൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വലിയ ഗുസ്തികളിൽ ഏർപ്പെട്ടിട്ടുണ്ട്, എന്നും വിജയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതാണ് എൻ്റെ ആദ്യത്തെ പരാജയം, അതും ഒരു കുട്ടിയുടെ മുൻപിൽ. ചെറിയ കുട്ടിയാകട്ടെ ഒട്ടും തന്നെ ക്ഷീണിതനായിരുന്നില്ല. അവൻ ആ മല്ലനെ അപ്പോഴും വെല്ലുവിളിക്കുകയായിരുന്നു. വരൂ അങ്കിൾ, നിങ്ങൾ എന്തിനാണ് നിർത്തിയത്? എന്തേ ഇങ്ങനെ നിലത്ത് കിടക്കുന്നു? കുറച്ചു നേരം കൂടി കളിക്കാം എന്നവൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. അത്രയേറെ ഊർജവും നിഷ്കളങ്കതയും നിഷ്കപടതയും ഉള്ളവരാണ് കുട്ടികൾ. നിർമ്മലമായ അജ്ഞാനമാണ് അവരിലുള്ളത്. തുറവിയുള്ള മനസ്സ്, അതിനെ നിഷ്കളങ്കത എന്നും വ്യാഖ്യാനിക്കാം. അവൻ ഭൂതകാലത്തെപ്പറ്റി വ്യാകുലനാകുന്നതേയില്ല. ചിന്തിക്കാനായി അവനൊരു ഭൂതകാലമില്ല. പരിപൂർണമായും നിരാകുലനാണവൻ. ഒരിക്കലും ഒരാലസ്യവും കൊണ്ടു നടക്കാതെ ഇന്നിൽ ഈ നിമിഷത്തിൽ അവൻ ജീവിക്കുന്നു. താൻ ഭാവങ്ങൾ അവനിലൊട്ടുമില്ല. ജർമ്മൻ ചിന്തകനായ ഹെറിഗൽ ഒരിക്കൽ ജപ്പാനിലെ സെൻ മഠത്തിലെത്തി അസ്ത്രവിദ്യ അഭ്യസിക്കാൻ തുടങ്ങി. ആരംഭത്തിൽ തന്നെ ഗുരു പറഞ്ഞു, ഉന്നം വയ്ക്കാൻ പരമശക്തിയെ അനുവദിക്കുക, അസ്ത്രമെയ്യാനും ആ ശക്തിയെ അനുവദിക്കുക. താങ്കൾ ഒന്നും ചെയ്യരുത്. ആവശ്യത്തിലേറെ അഹംബോധവും യത്നവും ബുദ്ധിയുമുള്ള ജർമ്മൻകാരനായ ഒരുവനോടാണ് ഗുരു ഇങ്ങനെ പറയുന്നതെന്നോർക്കണം. മഹാചിന്തകനായ ഹെറിഗലിന് ഇതൊട്ടും മനസ്സിലായില്ല. ഞാൻ അസ്ത്രം എയ്തുവിടുന്നില്ലെങ്കിൽ എങ്ങനെയാണ് അത് മോചിപ്പിക്കപ്പെടുന്നത്? ഞാനത് എയ്തുവിടാതെ അതെങ്ങനെ? അയാൾക്കു സംശയങ്ങൾ ഒടുങ്ങിയില്ല. 3 വർഷം അയാൾ അവിടെ താമസിച്ചു. അസ്ത്രവിദ്യ പൂർണ്ണമായും അഭ്യസിച്ചു. അസ്ത്രം എപ്പോഴും ലക്ഷ്യത്തിൽ എത്തുന്നുമുണ്ടായിരുന്നു. എന്നാൽ ഗുരു എല്ലായ്പ്പോഴും നിഷേധഭാവത്തിൽ തലകുലുക്കി. ഇത് ഒന്നുമല്ല, ഇത് അങ്ങനെയല്ല എന്ന മട്ടിൽ. നീ അസ്ത്രം എയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷെ നീ ഒന്നും അഭ്യസിച്ചിട്ടില്ല. ഞങ്ങൾ ലക്ഷ്യത്തിലല്ല തൽപരർ, ഞങ്ങൾ നിന്നിലാണ് തൽപരർ. നീയാണ് എൻ്റെ ലക്ഷ്യം. നിന്നെ കൂടാതെ നിനക്ക്
എന്നാണോ അസ്ത്രമെയ്യാൻ കഴിയുക അന്നേ എന്തെങ്കിലും സംഭവിക്കൂ. ലക്ഷ്യസ്ഥാനം നീ നഷ്ടപ്പെടുത്തിയാലും മൗലികമായത് നീ നഷ്ടപ്പെടുത്തിക്കൂടാ, ഗുരു ഉപദേശിച്ചു. ഒടുവിൽ സഹികെട്ട് അയാൾ ആശ്രമം വിട്ടു ഉപേക്ഷിക്കാനൊരുങ്ങി. വിട പറയുന്ന ദിവസം അയാൾ ഗുരുവിൻ്റെ പക്കലെത്തി. ഗുരു അപ്പോൾ മറ്റൊരു ശിഷ്യനെ വിദ്യ പഠിപ്പിക്കുകയായിരുന്നു. ഉദാസീനമായും യത്നങ്ങളൊന്നും ആവശ്യമില്ലാത്തവനെ പോലെയും അദ്ദേഹം അവിടെ ഇരുന്നു. വെട്ടിപ്പിടിക്കണമെന്ന അഭിലാഷങ്ങളില്ലാതെയും ആർജിക്കണമെന്ന മനസ്സില്ലാതെയും വെറുതെയിരുന്നു. ഗുരു അസ്ത്രം എയ്യുകയായിരുന്നെങ്കിലും യാതൊരു പ്രയത്നവും ചെയ്യുന്നില്ലായിരുന്നു. അഹംബോധത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത എന്തോ ഒന്നിലാണ് അസ്ത്രം എയ്യപ്പെടുന്നതെന്ന് മഹാചിന്തകൻ കണ്ടു. അങ്ങനെ അയാൾക്ക് ബോധോദയമുണ്ടായി. അയാൾ വില്ല് ഏറ്റുവാങ്ങി അസ്ത്രത്തെ മോചിപ്പിച്ചു. ഹെറിഗൽ പിന്നീട് എഴുതി, എനിക്ക് വ്യത്യാസം മനസ്സിലാകുന്നു. ഞാനല്ല, മറ്റെന്തോ ശക്തിയാണ് എന്നിൽ പ്രവർത്തിക്കുന്നത്. താങ്ക് യു.